ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. പ്രദക്ഷിണത്തിൽ ഇന്ന് 2025 രേവതി നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. സ്വതന്ത്ര ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന രേവതി നക്ഷത്രക്കാർ ആത്മാർത്ഥതയുള്ളവരും ഹൃദയാലുക്കളും നല്ല ശരീരപ്രകൃതിയുള്ളവരുമാണ്. ആരെയും അന്ധമായി വിശ്വസിക്കാത്ത ഇവർ മുൻകോപികളും നല്ല ദൈവവിശ്വാസമുള്ളവരും ആത്മീയത ഇഷ്ടപ്പെടുന്നവരുമാണ്. ഇവരുടെ രാശിനാഥൻ വ്യാഴവും നക്ഷത്രനാഥൻ ബുധനുമാണ്. തന്മൂലം രേവതി നാളുകാർ നല്ല ബുദ്ധിശാലികളും സമ്പത്തും ഐശ്വര്യമുള്ളവരും വാഗ്മികളും മൃഷ്ടാനുഭോജികളും ആഠിത്തമുള്ളവരും ശയന സൗഖ്യമുള്ളവരുമായിരിക്കും. മത്സരബുദ്ധി, ആത്മാഭിമാനം എന്നിവ കൂടുതലുള്ള ഈ നാളുകാർ പൊതുവെ ചഞ്ചലചിത്തരും ഒരു ജോലിയിലും സ്ഥിരമായി മുഴുകാത്തവരുമാണ്. പ്രവർത്തിക്കുന്ന മേഖലയിലൊക്കെ നേതൃസ്ഥാനത്ത് എത്തിപ്പെടാൻ യോഗമുള്ളവരാണ് രേവതി നാളുകാർ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പിന്തുണയുണ്ടെങ്കിൽ ഏത് കാര്യവും ഇവർക്ക് നിഷ്പ്രയാസം നേടുവാൻ സാധിക്കും. പുരാതന സംസ്കാരങ്ങളിലും കലകളിലും താല്പര്യമുള്ള രേവതി നക്ഷത്രക്കാർക്ക് ജ്യോതിഷത്തിലും ജ്യോതിശാസ്ത്രത്തിലും താല്പര്യമുണ്ടായിരിക്കും. മധുരഭാഷികളും സഹൃദയരുമായ ഈ നാളുകാർ തങ്ങളുടെ വിശ്വാസങ്ങളുടെ സാധൂകരണത്തിന് വേണ്ടി നിരന്തരം യത്നിക്കുന്നവരാണ്. നമുക്ക് 2025 രേവതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നോക്കാം. വർഷാരംഭത്തിൽ ശനി 12 വ്യാഴം 3 രേവതി നാളുകാർക്ക്. ദൈവാധീനം പൊതുവെ കുറഞ്ഞിരിക്കുന്നതാണ്. ചിലവുകൾ അധികമായിരിക്കും. വർഷമധ്യം വരെ ചിലവുകളൊക്കെ കൂടുതലായിരിക്കും ഇവർക്ക്. അതുപോലെ തന്നെ വരുമാനത്തിലൊക്കെ കുറവുണ്ടാകും. പലപ്പോഴും തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ പല കാര്യങ്ങളിലും വഴി കേൾക്കേണ്ടതായി വരും. ശത്രുക്കളുടെയൊക്കെ ദോഷം വർദ്ധിക്കുന്നതാണ്. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ വർദ്ധിക്കും. തൊഴിൽ രംഗത്തൊക്കെ ശത്രുശല്യം വർദ്ധിക്കുന്നതാണ്. അതുമൂലം തൊഴിൽ രംഗത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ വർഷാരംഭത്തിൽ അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യത കാണുന്നു. അലച്ചിലുകളും കഷ്ടപ്പാടും ജോലി ബുദ്ധിമുട്ടും അനുഭവപ്പെടും. ജോലി ഭാരം അധികമാകുന്നതാണ്. ഉപജീവനത്തിന് വേണ്ടി പല മാർഗങ്ങളും നോക്കേണ്ട സാഹചര്യമുണ്ടാകും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുന്നതിനായി കഠിനമായി അധ്വാനിക്കേണ്ടി വരും. ഇവിടെ രാശിനാഥൻ വ്യാഴമായതിനാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ രേവതി നക്ഷത്രക്കാർക്ക് 2025 സാധിക്കുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ സജീവമാകും. വിവാഹ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടാകും. പലരുടെയും വിവാഹം ഈ വർഷം നടക്കുന്നതാണ്. വിട്ടുവീഴ്ച മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ കർമ്മമേഖലയിലെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന വിദേശയാത്ര സഫലമാകും. ചിലർക്ക് അവിചാരിതമായ തൊഴിൽ നഷ്ടപ്പെട്ടേക്കാം. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്തോടെയും സഹകരണത്തോടെയും പുതിയ സംരംഭങ്ങൾ തുടങ്ങി വെക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം നിലനിർത്തുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി വരും. സഹോദര ഗുണമുണ്ടാകും. സഹോദരങ്ങളുടെ സഹായങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകും. സ്വത്ത് സംബന്ധിയായ പ്രശ്നങ്ങൾ കോടതി ഇടപെടലുകളിലേക്ക് പോകാതെ പരിഹരിക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ കടം വാങ്ങിയ പണം തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കാം.
അനാവശ്യ ചിന്തകളാൽ മനസ്സ് ആകുലപ്പെടുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മുൻകാലാനുഭവമുള്ളവരുടെ ഉപദേശങ്ങൾ കൈക്കൊള്ളുക. അതല്ലാത്ത പക്ഷം ചിലപ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായേക്കാം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് മൂലം ചിലപ്പോൾ ധനനഷ്ടത്തിനും അത് മാനഹാനിക്കും ഇടയാക്കുന്നതാണ്. അതുപോലെ തന്നെ എടുത്തുചാട്ടങ്ങളിൽ നിന്നും മനസ്സിനെ അകറ്റി നിർത്തുക. ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത പക്ഷം പകർച്ചവ്യാധികളും അതുപോലെ തന്നെ ശ്വസന സംബന്ധമായ രോഗങ്ങളും നേത്ര സംബന്ധിയായ രോഗങ്ങളും അലട്ടിയേക്കാം. വീട്ടിലെ മുതിർന്ന വ്യക്തികളുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചികിത്സ ആവശ്യമായി വരുന്നതാണ്. സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കും. സന്താനങ്ങൾക്ക് രോഗങ്ങൾ ബാധിച്ചേക്കാം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ പലപ്പോഴും വിവാദങ്ങളിലേക്ക് എത്തിച്ചേരും. പലപ്പോഴും അപവാദങ്ങൾ കേൾക്കാനിടവരും. കുടുംബസമേതമോ സുഹൃത്തുക്കളുമായൊക്കെ വിനോദയാത്രകളും ഉല്ലാസയാത്രകളും നടത്തും. അതുപോലെ തന്നെ ഈ വർഷം സന്താന യോഗമില്ലാത്തവർക്ക് സന്താന ഭാഗ്യമുണ്ടായേക്കാം. അതുപോലെ പഴയ വാഹനം മാറ്റി വാങ്ങുകയോ പഴയത് പുതുക്കി പണിയുകയോ ചെയ്യും. വാടക വീട്ടിൽ നിന്ന് മാറി സുഗൃഹം പൂർത്തിയാക്കുവാനും അല്ലെങ്കിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി താമസം മാറുവാനും സാധിക്കും. വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം ശനി ജന്മക്കൂറിലേക്ക് വരുന്നതിനാൽ പ്രയാസങ്ങളും ക്ലേശങ്ങളുമൊക്കെ ഏറി വരും. എങ്കിലും വ്യാഴത്തിൻ്റെ സമഗ്രഹമായതിനാൽ ശനി അധികമായുള്ള ദോഷങ്ങളെ ചെയ്യുന്നതല്ല. ജോലിയിൽ ഉയർച്ച ഉണ്ടാകുമെങ്കിലും മാനസിക വിഷമങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഏറിയിരിക്കും. ബിസിനസ് രംഗത്ത് ക്രമാനുഗതമായ പുരോഗതി ഉണ്ടാകുന്നതാണ്. വ്യാപാരമൊക്കെ മെച്ചപ്പെടും. എല്ലാ കാര്യങ്ങളിലും അലസതയും അശ്രദ്ധയുമൊക്കെ മാറ്റിവെച്ച് പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ഈ വർഷം മംഗളകർമ്മങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നതാണ്. കലാകാരന്മാർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്കും ഉയർച്ച ഉണ്ടാകുന്ന വർഷമാണ് 2025. ശുക്രൻ, ചന്ദ്രൻ, രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ രവിനാളുകാർക്ക് ദോഷപ്രദമാകിയാൽ ഇവർ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. നക്ഷത്രാധിപൻ ബുധനായതിനാൽ ബുധപ്രീതിക്ക് ആവശ്യമായുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. കൂടാതെ രാശാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുകയും ബുധനാഴ്ചയും രവി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ പ്രത്യേക പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുമാണ്. രവി നാളുകാർക്ക് 17 വയസ്സ് വരെ ബുധദശയാണ്. ശേഷം 18 മുതൽ 24 വയസ്സ് വരെ കേതുദശയും 25 മുതൽ 45 വയസ്സ് വരെ ശുക്രദശയും 45 മുതൽ 50 വരെ ആദിത്യദശയും 51 മുതൽ 60 വയസ്സ് വരെ ചന്ദ്രദശയും തുടർന്ന് ചൊവ്വാദശയും രാഹുദശയും വ്യാഴദശയുമാണ്.